ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഇങ്ങനെ വന്ന് നോക്കുന്നതാണോ എല്ലാവരും ചിന്തിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റ് ഞാൻ ഇട്ട് നോക്കിയതാണ്. പാർക്ക് ലൈറ്റ് മാത്രമല്ല, എല്ലാ ലൈറ്റ്സും ഞാൻ ആഴ്ചയിൽ ഒന്നെങ്കിലും ചെക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പം പാർക്ക് ലൈറ്റാണ് ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ്, അത് ഡിം ആൻഡ് ബ്രൈറ്റ് കണ്ടോ, ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ? അത് ഓഫ് ചെയ്തു. ഇനി ഞാൻ ഹസാർഡ് ഒന്ന് ഇടുകയാണ്. ഹസാർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാം. ഫോഗ് ലാമ്പ് ഇട്ട് നോക്കിയില്ലായിരുന്നു. ഇനി ഫോഗ് ലാമ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോഗ് ലാമ്പും വർക്കിംഗ് ആണോ? യെസ്, ഫോഗ് ലാമ്പും വർക്കിംഗ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിലോട്ടൊന്ന് പോവാം. അന്നേരം നമ്മുടെ പാർക്കൊന്നിടാം. എന്നിട്ട് റിവേഴ്സ് ലൈറ്റ്, യെസ്, 2 റിവേഴ്സ് ലൈറ്റ് കത്തുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, 2 പാർക്കും ഉണ്ട്. ഇനി ബ്രേക്കും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒന്ന് നോക്കണം, ബ്രേക്ക് വർക്കിംഗ് ആണോ? ഓക്കെ. ഇനി നമുക്കെല്ലാം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്ന കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വാഹനത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. അതായത് ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, മെയിനായിട്ട് ബാക്ക് സൈഡ്. ഫ്രണ്ട് പിന്നെയും ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ബാക്ക് സൈഡ് നമ്മൾ കമ്പൽസറി ആയിട്ട് നോക്കിയേക്കണം. ബാക്കിയുള്ളതെല്ലാം പാർക്ക്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, ഈ 3 കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് നോക്കാം. ബ്രേക്ക് മാത്രം ഒരാളെ ഇരുത്തി ഒന്ന് ചവിട്ടി നോക്കുക. സെൻറ്ററിലെയും ഹൈ മൗണ്ടും താഴത്തെ 2ഉം ഓക്കെ ആണോ എന്ന് കൺഫേം ആക്കുക. ചില വാഹനങ്ങളിൽ റിയർ ഫോഗ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ആ റിയർ ഫോഗും വർക്കിംഗ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്തേക്കുക. റിയർ ഫോഗ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് വലിയ ആവശ്യം വരുന്നില്ല. ഹൈ റേഞ്ചൊക്കെ പോകുന്ന സമയത്ത്, പുറയുന്ന വാഹനങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു വാഹനം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിയർ ഫോഗ് കൊടുത്തിരിക്കുന്നത്. അത് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ്സ് എല്ലാവരും ചെക്ക് ചെയ്തിരിക്കണം. കാരണം പൊതുവെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, പോകാം എന്നാണ് പലരുടെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെ ഒരിക്കലും വെച്ചേക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറകെ വരുന്ന വാഹനത്തിന് കറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടണം. നമ്മൾ വാഹനം ബ്രേക്ക് ചവിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. സോ അവർക്കും ബ്രേക്ക് ചവിട്ടാൻ ബുദ്ധിമുട്ട് വരരുത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനവും പോകുന്ന സമയത്ത് ഫ്രണ്ടിലും ഇൻഡിക്കേറ്റേഴ്സും പാർക്കും എല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതി ചെയ്യുന്നത്.